everyone, welcome to Race Education. അപ്പോൾ എല്ലാവരും ഓണം എക്സാമിൻ്റെ ഒരു പഠിത്തത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബോട്ടണിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. യെസ്, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ റീകോംബിനന്റ് DNA technology, DNA fragments are joined by the help of the enzyme DNA ligase, DNA polymerase, restriction enzyme, DNA helicase. എന്താണ് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന RDNA ടെക്നോളജി, റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ DNA ഫ്രാഗ്മെന്റുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സാധനങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഗ്ലൂ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? DNA ligase ആണ് അല്ലേ. DNA ഫ്രാഗ്മെന്റുകളെ ബ്രേക്ക് ചെയ്യാൻ, കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് which are otherwise called molecular scissors അല്ലെങ്കിൽ genetic scissors. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ ജോയിൻ ചെയ്യുന്നത് ആരുടെ ഹെൽപ്പോട് കൂടി എന്നാണ്. അത് ആരാണ്? DNA ligase ആണ്. Yes. Next question. In gel electrophoresis, the separated DNA fragments can be visualized after staining. Name the stain used for it. നമുക്കറിയാം, ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന DNA ഫ്രാഗ്മെന്റുകളെ, കട്ട് ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെന്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ സെപ്പറേഷൻ്റെ സമയത്ത് ഈ പറയുന്ന DNA നമ്മൾ വെല്ലിൽ, നമ്മുടെ സാമ്പിളിനെ നമ്മൾ വെല്ലിൽ ലോഡ് ചെയ്ത് കൊടുക്കും. DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള ആനോഡിലേക്ക് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, അങ്ങനെ മൂവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിനി DNA കാണണം. നമ്മുടെ DNA ഫ്രാഗ്മെന്റുകൾ എങ്ങനെയാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതെന്ന് കാണണം. നമുക്കറിയാം, ജെൽ ഇലക്ട്രോഫോറസിസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? DNA ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ദി സൈസ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ സൈസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നു. സ്മോളർ സൈസ് ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് മൂവ് ചെയ്യും, അവർ ദൂരേക്ക് മൂവ് ചെയ്യും. ഇനി ലാർജർ സൈസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുള്ളവരാണെങ്കിൽ വെല്ലിനോട് ചേർന്നിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് DNA കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം എന്ത് ചെയ്യും? DNA നമ്മൾ സ്റ്റെയിൻ ചെയ്യും അല്ലേ. നമുക്ക് സ്റ്റെയിൻ ചെയ്യണം, എന്നാലേ നമുക്ക് DNA കാണാൻ പറ്റുള്ളൂ. നമ്മളൊരു സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് എന്താണ്? UV ലൈറ്റിന്റെ എക്സ്പോഷർ ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമുക്ക് DNA ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കാം. ബ്രൈറ്റ് ഓറഞ്ച് കളർ ബാൻഡ് ആയിട്ട് കാണാൻ പറ്റുക. അപ്പൊ അവിടെ കൊടുക്കുന്ന ആ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഏതാണ്? എത്തീഡിയം ബ്രോമൈഡ് ആണ്. ആ സ്റ്റെയിൻ എന്ന് പറയുന്നത് എന്താണ്? എത്തീഡിയം ബ്രോമൈഡ് ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റെയിൻ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the function of restriction endonuclease in recombinant DNA technology? Okay, restriction endonuclease ന്റെ function എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Link together fragments of DNA, make millions of copies of DNA, cut DNA into many fragments, separate fragments of DNA. Restriction endonuclease എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Restriction enzymes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്യുന്ന DNA-നെ കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റുകളാക്കുന്ന എൻസൈംസ് ആണ്. ആൻഡ് ഈ ഫ്രാഗ്മെന്റ് എൻഡോന്യൂക്ലിയസ് ആവുന്ന സമയത്ത് അവർ ഉള്ളിലായിരിക്കും ഈ കട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക. കൃത്യമായിട്ടുള്ള റെക്കഗ്നിഷൻ സീക്വൻസുകൾ ഐഡന്റിഫൈ ചെയ്ത് അവരെന്ത് ചെയ്യും? അവർ ഉള്ളിലായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ദേ കട്ട് DNA ഇൻടു മെനി ഫ്രാഗ്മെന്റ്സ്. ഞാൻ പറഞ്ഞു, DNA-നെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നത് DNA ligase ആണ്. പക്ഷെ കട്ട് ചെയ്യുന്നത് ആരായിരിക്കും? റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആയിരിക്കും. Next question. Which of the following part in a flower is haploid? Haploid ആയിട്ടുള്ള സ്ട്രക്ചർ, ഒരു ഫ്ലവറിൽ haploid ആയിട്ടുള്ള സ്ട്രക്ചർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്തർ വോൾ എന്ന് പറയുമ്പോൾ അത് സ്പോറോഫൈറ്റിന്റെ സ്ട്രക്ചർ തന്നെയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് എന്തായിരിക്കും? അത് ഡിപ്ലോയിഡ് തന്നെ ആയിരിക്കും. പോളൻ മദർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറോജീനസ് ടിഷ്യൂലുള്ള ഓരോ സെല്ലുമാണ് എന്തായിട്ട് മാറുന്നത്? പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ ആയിട്ട് മാറുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പൊ അതിലുള്ള ഓരോ സെല്ലുകൾ എന്തായിരിക്കും? ഡിപ്ലോയിഡ് തന്നെയായിരിക്കും. ഇവർക്ക് മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മൈക്രോസ്പോർസ് ഉണ്ടാവുന്നത്. ആ മൈക്രോസ്പോർസ് ആണ് പോളൻസ് ആയിട്ട് മാറുന്നത്. അത് ഹാപ്ലോയിഡ് ആയിരിക്കും. റെഡി. ഇനി സിനർജിഡ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രിയോ സാക്കിൽ കാണുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ് സിനർജിഡ്സ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇനി സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ 2 പോളാർ ന്യൂക്ലിയകൾ എന്ത് ചെയ്യാണ്? ഫ്യൂസ് ചെയ്യാണ്. 2 പോളാർ ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും? ഡിപ്ലോയിഡ് തന്നെ ആയിരിക്കും. റെഡി. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സിനർജിഡ് എന്ന് പറയുന്നതാണ്. Next question. In rDNA technology, the DNA fragments can be separated by a technique called rDNA technology. നമുക്ക് DNA ഫ്രാഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക് ആണ് എന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്.
gel electrophoresis. Okay, yes, choose the correct answer. The first restriction endonuclease isolated is ഏതാണ് ആദ്യം ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. BAM-H1 ആണോ, EcoR1 ആണോ, Hint2 ആണോ, Clay1 ആണോ? ഇതിൽ ഏതാണ് ആദ്യം ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? ഏതാണ്? Hint2, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നുമാണ് എന്തിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? Hint2നെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി which among the following is the female gametophyte of angiosperms? Nucellus, antipodals, embryo sac, endosperm. ഇതിൽ ഏതാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്? ആൻജിയോസ്പേംസിലുള്ള ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ ഗമീറ്റിനെ ക്യാരി ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതേപോലെ തന്നെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. ഇവിടെ ആരാണ് ഫീമെയിൽ ഗമീറ്റിനെ ക്യാരി ചെയ്യുന്ന? എംബ്രിയോ സാക്ക് ആണ്. സോ എംബ്രിയോ സാക്ക് ആണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടായിരിക്കുക. Development of fruit without fertilization and are seedless are known as. എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ്. അതിന് നമ്മൾ എന്താ പറയുന്നത്? പാർത്തനോകാർപ്പി. പോളി എംബ്രിയോണി, അപ്പോമിക്സിസ്, പാർത്തനോകാർപ്പി, പാർത്തനോജെനസിസ്. ഈ പോളി എംബ്രിയോണി എന്ന് പറയുമ്പോൾ മെനി എംബ്രിയോസ് ഉണ്ടാവുന്നതാണ്. അപ്പോമിക്സിസ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഫോർമേഷൻ ആണ്. യെസ്, സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പാർത്തനോകാർപ്പി. ബനാന പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്? സീഡ്ലെസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതെന്തായിരിക്കും? അത് സീഡ്ലെസ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. Next question. After syngamy and triple fusion in embryo sac, embryo will be diploid and endosperm will be. Embryo എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലെ? ഡബിൾ ഫെർട്ടിലൈസേഷൻ സിംഗാമി നടക്കും. സിംഗാമി നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഓക്കെ, ആ സൈഗോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും. എംബ്രിയോ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി എൻഡോസ്പേം എന്ന് പറയുന്നതോ ഈ പറയുന്ന സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് മറ്റൊരു മെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. അതിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് എന്താണ്? ട്രിപ്ലോയിഡ് ആയിരിക്കും. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ പാലിൻഡ്രോം സീക്വൻസ് ഫ്രം ദി ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ പാലിൻഡ്രോം സീക്വൻസ് ഏത് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. GAATTC. ഇവിടെ GAATTC. യെസ്, ഇതൊരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഓറിയന്റേഷൻ ഓഫ് റീഡിങ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് 5' to 3' റീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്നും GAATTC എന്നാണ്, ഇവിടെ നിന്നും GAATTC എന്ന് തന്നെയാണ്. ഇനി ഇത് നോക്കുക, ATCG, ഇവിടെ CGAT. ഇത് പാലിൻഡ്രോമിക് ആണോ? അല്ല. ഇവിടെ 5' to 3' റീഡ് ചെയ്യുന്നത് തന്നെയാണോ നിങ്ങൾക്ക് ഇങ്ങോട്ടും വായിക്കാൻ പറ്റുന്നത്? അല്ല. സോ ഇത് പാലിൻഡ്രോം അല്ല. ഇനി AAAAA, ഇപ്പുറത്ത് TTTTT പാലിൻഡ്രോം ആണോ? അല്ല. സെയിം സീക്വൻസ് അല്ല. ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് സെയിം ആവുമ്പോൾ ഇത് സെയിം ആയിട്ടല്ല നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത്. CCCGGG ഇതും എന്നല്ല, പാലിൻഡ്രോം അല്ല. സോ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. Next question. The hard outer layer of pollen is composed of exine, intine, integument, sporopollenin. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഇസ് കമ്പോസ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എഴുതാൻ സാധ്യതയുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് എക്സൈനും മറ്റൊരു ആൻസർ എന്ന് പറയുന്നത് സ്പോറോപോളനുമാണ്. ഇവിടെ ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സ്പോറോപോളനാണ്. കാരണം ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഇസ് കമ്പോസ്ഡ് ഓഫ്. എക്സൈൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഹാർഡ് ഔട്ടർ ലെയർ ആണ്. ഹാർഡ് ഔട്ടർ ലെയർ ഇസ് കോൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എക്സൈൻ എഴുതാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ ഹാർഡ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. സോ സ്പോറോപോളനിൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഔട്ടർ ലെയർ എന്താണെന്ന് ചോദിച്ചാൽ എക്സൈൻ എഴുതാം. പക്ഷെ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോറോപോളനിൻ എന്ന് തന്നെ എഴുതണം. യെസ്, ഇനി fill in the blank. The restriction enzyme EcoR1 is isolated from the bacterium. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഏതിൽ നിന്നാണ്, ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എക്സാമിന് നിങ്ങൾക്ക് അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾസോ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ? ഇനി ഇതേപോലെയുള്ള ഇനിയും ഒരുപാട് വീഡിയോസ്, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.